എടാ അജയ്, നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ക്ലയന്റിനെ കാണണം കേട്ടാ. കാരണം 2-3 ദിവസത്തിൽ വീഡിയോ ഇടാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒരു 10-15 മിനിറ്റിൽ വരും. വന്നിട്ട് നമുക്ക് എന്തായാലും ക്ലയന്റിനെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അതിന് ടൈമൊന്നും ആവൂല. എന്നിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കേടാ. എന്താ വെച്ചാ പറയ്, എന്താണ്? ഇല്ല, ഒന്നുമില്ല മാറി. അച്ഛാ, എനിക്കൊരു വർക്ക് ഉണ്ട്. ഞാൻ എന്തായാലും ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. എന്തായാലും ഉച്ചയ്ക്ക് തന്നെ എത്താം. ശരി. ഏട്ടാ, ഇന്ന് നിങ്ങൾ അവൻ്റെ അടുത്ത് ചോദിച്ചില്ല അല്ലേ? ഏട്ടാ, 3 ദിവസമായാലും മരുന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? നിങ്ങളുടെ ആരോഗ്യം അത്രയ്ക്ക് മോശമല്ലേ? അവന് പറഞ്ഞാലല്ലേ അറിയണ്. ഏട്ടാ, എത്ര ദിവസം ഇങ്ങനെ പോകും? ഇന്നെങ്കിലും നിങ്ങൾ ചോദിക്കും. എനിക്ക് അവനോട് ചോദിക്കാൻ എനിക്കും മടിയുണ്ട്. പക്ഷെ എന്താ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. അവന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയില്ലേ? ഏട്ടാ, അവനതാ വന്നു തോന്നുന്നു. നിങ്ങൾ പേര് നമുക്ക് സംസാരിക്കാം. ഏട്ടാ, നിങ്ങൾ പറയും. നീ പറ. നിങ്ങൾ പറയും. നീ പറയണം നല്ലത്. എന്താ രണ്ടാളും കൂടിയിട്ട്? അമ്മ എന്താണ് പറയ്, ആരെങ്കിലും ഒരാൾ പറയ്. അച്ഛോ, അച്ഛന് മരുന്ന് കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. എൻ്റെ അടുത്ത് ചോദിക്കാനും ഒരു ബുദ്ധിമുട്ട്. അച്ഛനാണെങ്കിൽ വർക്കിനും പോണില്ലല്ലോ. അമ്മയ്ക്ക് ജോലിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരും ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്താ അമ്മ എൻ്റെ അടുത്തൊന്നും പറയാതിരുന്നത്? ഞാനാണെങ്കിൽ ജോലി തിരക്കാനൊന്നും ശ്രദ്ധിക്കാനും പറ്റില്ല. അച്ഛനും അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് എന്തിനാ മടി? ഒന്നില്ലെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ എത്ര പൈസ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു കണക്കില്ലാതെയല്ലേ അച്ഛനും അമ്മയും എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മാത്രം എന്താ? അല്ലാടാ അച്ഛോ, വീട്ടുപണീൻ്റെ കാര്യം എല്ലാം നീ തന്നെ അല്ലേ നോക്കണം. ഷോപ്പിന്റെ കാര്യം നീ തന്നെ നോക്കണം. അതുകൊണ്ട് എങ്ങനെ നിന്റെ അടുത്ത് പൈസ ചോദിക്കണം? അതുകൊണ്ടാണ്. അതൊക്കെ അതിന്റെ കാര്യത്തിൽ നടക്കില്ല അമ്മ. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അമ്മ. എന്തു ഇന്നിപ്പൊ ഞാൻ ഈ ഒരു നിലയിൽ എത്തേണ്ട കാര്യം അതെന്റെ അച്ഛനും അമ്മയല്ലേ. ചെറുപ്പത്തിൽ എന്തോരം കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അമ്മ. ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ടത് എൻ്റെ കൂടെ കടമയല്ലേ അമ്മ. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ അമ്മ എനിക്ക് അറിഞ്ഞത്. എൻ്റെ അടുത്ത് ക്ഷമിക്ക്. ഒരു കാര്യം ചെയ്, ഇതില് അമ്മയ്ക്ക് എത്ര പൈസ മരുന്ന് മേടിക്കാനുള്ളതും ഇനിയിപ്പോ വീട്ടിനുള്ള ചെലവും എല്ലാം അമ്മ ഇതെന്തായാലും എടുക്ക്. ഇതാ, ഇനി എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം അമ്മ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്.